ചുരുണ്ട മുടിയുള്ള ലില്ലി എന്ന കൊച്ചു പെൺകുട്ടി പരിഭ്രമത്തോടെ നിഴൽ നിറഞ്ഞ വനപാതയിലൂടെ തന്റെ സ്റ്റഫ് ചെയ്ത കരടിയെ മുറുകെ കെട്ടിപ്പിടിച്ച് നടക്കുന്നു. മരങ്ങൾ അവളുടെ മുകളിൽ ഉയർന്നു നിൽക്കുന്നു. വായു തണുത്തതാണ്. കാട് ഏറെക്കുറെ ശാന്തമാണെന്ന് തോന്നുന്നു. ലില്ലിക്ക് ചുറ്റുമുള്ള നിശബ്ദതയുടെ ഭാരം അനുഭവപ്പെടുന്നു. മരങ്ങളുടെ ഓരോ ഞരക്കവും അവളെ കുതിക്കുന്നു. അവൾ മടിക്കുന്നു. പക്ഷേ അവളുടെ വഴി കണ്ടെത്തുമെന്ന പ്രതീക്ഷയിൽ അവൾ മുന്നോട്ട് നടക്കുന്നു. ലില്ലി അവളുടെ ഭയത്തിന്റെ ഭാരം അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ ഒരു മൃദുവായ ശബ്ദം, ഹേയ്, നിങ്ങൾ പോയി എന്റെ സുഹൃത്തെ. തിരിഞ്ഞു നോക്കിയപ്പോൾ അവളുടെ പ്രായത്തിലുള്ള ഒരു ആൺകുട്ടിയെ അവൾ കാണുന്നു. സൗമ്യമായ കണ്ണുകളും ആശ്വാസകരമായ പുഞ്ചിരിയും. അവന്റെ പേര് ജാക്ക്. അവൻ ഊഷ്മളയും സൗഹൃദവും തോന്നുന്നു. ലില്ലിയുടെ ഹൃദയം ലഘൂകരിക്കുന്നു. അവൾ ഒരു ശ്വാസം പുറത്തേക്ക് വിടുന്നു. അവൾ പിടിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. ഞാൻ വീട്ടിലേക്കുള്ള വഴി കണ്ടെത്താൻ ശ്രമിക്കുകയാണ്, അവൾ മറുപടി നൽകുന്നു. ജാക്ക് തലയാട്ടി. അവർ ഒരുമിച്ച് നടക്കാൻ തുടങ്ങുന്നു. കാടിന്റെ അടിച്ചമർത്തൽ അന്തരീക്ഷം അവന്റെ കൂട്ടുകെട്ടിനൊപ്പം അല്പം ലഘൂകരിക്കുന്നു. എന്നിരുന്നാലും കാട് ശ്വാസം അടക്കിപ്പിടിക്കുന്നത് പോലെ വായുവിൽ ഇപ്പോഴും വിചിത്രമായ എന്തോ ഉണ്ട്. അവർ കാടിനുള്ളിലേക്ക് കൂടുതൽ നടക്കുമ്പോൾ വായു തണുത്തതും ശാന്തവുമാണ്. പെട്ടെന്ന് ജാക്ക് തന്റെ ട്രാക്കിൽ നിർത്തി. അവന്റെ ഭാവം ആശയക്കുഴപ്പത്തിലേക്ക് മാറുന്നു. എന്താണ് പറ്റിയതെന്ന് ലില്ലി അവനോട് ചോദിക്കുന്നതിന് മുമ്പ് അവൻ ഒന്നും മിണ്ടാതെ മൂടൽമഞ്ഞിലേക്ക് അപ്രത്യക്ഷനായി. പരിഭ്രാന്തി അവളുടെ നെഞ്ചിൽ പിടിക്കുന്നു. അവൾ വിളിച്ചു, ജാക്ക്, ജാക്ക്, നീ എവിടെയാണ്? തുടർന്നുള്ള നിശബ്ദത കനത്തതും കനത്തതുമാണ്. ലില്ലിയുടെ കണ്ണുകൾ ചുറ്റും പായുന്നു. പക്ഷെ അവന്റെ ഒരു ലക്ഷണവുമില്ല. ഭയത്തിന്റെ ഒരു ബോധം ഇഴഞ്ഞു നീങ്ങുന്നു. അവൾ ചെറുതായി വളരുകയും വീണ്ടും നഷ്ടപ്പെടുകയും ചെയ്യുന്നതായി അവൾക്ക് തോന്നുന്നു. പക്ഷെ അവൾ മുന്നോട്ട് നീങ്ങി കാട്ടിൽ നിന്ന് പുറത്തേക്കുള്ള വഴി കണ്ടെത്തുന്നു. നിഴലുകൾ പിൻവാങ്ങുന്നതായി തോന്നുന്ന ഒരു മാളികയിൽ ലില്ലി ഇടറുന്നു. മൃദുവായ സ്വർണ്ണ വെളിച്ചം വെളിപ്പെടുത്തുന്നു. അവൾ അതിലേക്ക് ഒരു സഹജമായ വലിവ് അനുഭവപ്പെടുകയും തിളക്കത്തിലേക്ക് ശ്രദ്ധയോടെ നടക്കുകയും ചെയ്യുന്നു. അവൾ അടുക്കുമ്പോൾ വെളിച്ചം അവളെ പൊതിയുന്നു. അവളെ ചൂടാക്കുകയും അവൾക്ക് സുരക്ഷിതത്വബോധം നൽകുകയും ചെയ്യുന്നു. അവളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ജാക്ക് അവളുടെ അരികിൽ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു. എന്നാൽ ഇത്തവണ അവന്റെ പുഞ്ചിരി ദയുള്ളതാണ്. അവന്റെ കണ്ണുകൾ മൃദുവാണ്. നിങ്ങൾ അത് കണ്ടെത്തി, അവൻ പറയുന്നു, സൗമ്യമായ ശബ്ദം. ഇതാണ് പുറത്തേക്കുള്ള വഴി. ലില്ലിയുടെ മനസ്സിൽ ആശയക്കുഴപ്പം മിന്നിമറയുന്നു. ഒരു കാലത്ത് ഒരു കെണി പോലെ തോന്നിയ കാട് ഇപ്പോൾ ഒരു ആശ്വാസ സ്ഥലമായി അനുഭവപ്പെടുന്നു. നിഴലുകൾ ഒരിക്കലും തന്നെ ഉപദ്രവിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ലെന്ന് അവൾ മനസ്സിലാക്കുന്നു. അവയെല്ലാം അവളെ നയിക്കുന്നു. സുവർണ വെളിച്ചം കൂടുതൽ ശക്തമായി തുടരുന്നു. ഇടം സമാധാനം കൊണ്ട് നിറയ്ക്കുന്നു. സ്വർണ വെളിച്ചം തീവ്രമാകുന്നതോടെ കാടും മാറാൻ തുടങ്ങുന്നു. ഒരിക്കൽ ഇരുണ്ടതും ഉയർന്നു നിൽക്കുന്നതുമായ മരങ്ങൾ ഇപ്പോൾ കൂടുതൽ സ്വാഗതം ചെയ്യുന്നതായി തോന്നുന്നു. അവയുടെ ഇലകൾ കാറ്റിൽ മൃദുവായി തുരുമ്പെടുക്കുന്നു. അവളുടെ പാദങ്ങൾക്ക് താഴെയുള്ള നിലം ഉറച്ചതാണ്. വായുവിന് ശുദ്ധവുമായ ഗന്ധമുണ്ട്. ജാക്ക് ലില്ലിയെ നോക്കി പുഞ്ചിരിക്കുന്നു. ഒരു അവസാന തലയാട്ടത്തോടെ അവൻ വെളിച്ചത്തിലേക്ക് മങ്ങുന്നു. ലില്ലി ഇനി ഭയക്കാതെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട്. അവളുടെ മുന്നിലുള്ള പാത വ്യക്തമാണ്. അകലെ അവൾ അവളുടെ വീട് കാണുന്നു. കാടിന്റെ നിഴലുകൾ ഇപ്പോൾ ഭീഷണിയായി അനുഭവപ്പെടുന്നില്ല. അവ ഊഷ്മളമായ ഒന്നായി, സംരക്ഷകമായി മാറിയിരിക്കുന്നു. എല്ലാ നിഗൂഢതകളുമുള്ള വനം ഒരിക്കലും യഥാർത്ഥത്തിൽ ഒരു അപകടസ്ഥലമായിരുന്നില്ല. മറിച്ച് മനസ്സിലാക്കാനുള്ള ഒരു കവാടമായിരുന്നുവെന്ന് അറിയുന്ന ലില്ലി അവളുടെ ഹൃദയത്തിന്റെ പ്രകാശവും മനസ്സും സ്വസ്ഥമായി വീട്ടിലേക്ക് നടക്കുന്നു.